ഇനി നമ്മൾ പഴുത്ത മാങ്ങ വെച്ചിട്ട് വളരെ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു ഡെസേർട്ടിന്റെ റെസിപ്പിയാണ് കേട്ടോ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ മാങ്ങയുടെ സീസൺ ആയതുകൊണ്ട് ഇപ്പൊ പഴുത്ത മാങ്ങ ഒന്നും കിട്ടാൻ ആർക്കും വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. അപ്പൊ എല്ലാവർക്കും ചെയ്തെടുക്കാവുന്നതാണ്. അപ്പൊ ആദ്യം തന്നെ ഞാൻ 3 മാങ്ങയാണ് കേട്ടോ മൊത്തം എടുത്തിട്ടുള്ളത്. അതിൽ നിന്ന് 2 മാങ്ങ തൊലിയൊക്കെ കളഞ്ഞിട്ട് ഇതുപോലെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ബ്രെഡാണ്. അപ്പോൾ ബ്രെഡ് നമ്മുടെ ആവശ്യത്തിനനുസരിച്ചിട്ട് എടുക്കാം. ബ്രെഡിന്റെ ഈ ഒരു സൈഡ് ഭാഗം ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം. ആദ്യം നമുക്ക് ഈ ഒരു ബ്രൗൺ കളറിലുള്ള ഭാഗം ഒന്ന് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഇനി നമ്മളിതാ ഇതുപോലെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 1/2 കപ്പ് പാൽ ഒഴിച്ചു കൊടുക്കാം. പിന്നെ ഇതിലേക്ക് നമ്മളിവിടെ ഒരു 1/4 കപ്പ് ഫ്രഷ് ക്രീം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ ഒരു പാലിനൊന്ന് കട്ടി കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ 1/4 കപ്പ് ഫ്രഷ് ക്രീമും കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ മധുരത്തിനായിട്ട് ഞാനിവിടെ കണ്ടൻസ്ഡ് മിൽക്കാണ് കേട്ടോ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഒന്നെങ്കിൽ നിങ്ങൾക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. കണ്ടൻസ്ഡ് മിൽക്ക് ആണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ ഞാനിവിടെ കണ്ടൻസ്ഡ് മിൽക്കാണ് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഫ്രഷ് ക്രീമും കണ്ടൻസ്ഡ് മിൽക്കും ഒക്കെ പാലിൽ നന്നായിട്ട് യോജിച്ച് കിട്ടണം കേട്ടോ. അപ്പോൾ മധുരമൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയിട്ട് മധുരമൊക്കെ പാകാക്കി എടുക്കുക. പിന്നെ നമ്മളിതിലേക്ക് നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് മാംഗോയുടെ മിൽക്ക് മിക്സ് ആണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. ഒരു 2-3 ഡ്രോപ്പോളം ഒഴിച്ചു കൊടുത്താൽ മതി. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കിതവിടെ മാറ്റി വെക്കാം. അപ്പൊ എല്ലാം റെഡിയായി. ഇനി നമുക്ക് സെറ്റ് ചെയ്യുന്ന പണി മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പൊ അതാ ഞാൻ സെറ്റ് ചെയ്യുന്നത് ഇതുപോലെ ബൗളിലാണ്, പുഡിംഗ് ഡിഷിലാണ്. അപ്പൊ അതിലേക്ക് ആദ്യം നമ്മളിതാ ബ്രെഡ് സൈഡ് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു ബ്രെഡിന്റെ സ്ലൈസ് ഇതുപോലെ വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ സൈഡൊക്കെ നമുക്ക് കട്ട് ചെയ്തിട്ട് ഒന്ന് വെച്ച് കൊടുക്കേണ്ടി കേട്ടോ. ഇത് കംപ്ലീറ്റ് ഒന്ന് ഫില്ല് ചെയ്തെടുക്കാം. ചെറിയ ബ്രെഡിന്റെ ചെറിയ പീസൊക്കെ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ഫില്ല് ചെയ്ത് കൊടുത്താൽ മതി. ഇനി ഇതിന്റെ മുകളിൽ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ഒരു മിൽക്ക് ഉണ്ടല്ലോ അത് ഒഴിച്ചു കൊടുക്കുക. ബ്രെഡ് കുതിരാൻ ആവശ്യമായിട്ടുള്ള മിൽക്ക് അതിന്റെ മുകളിൽ ഇതുപോലെ ഒഴിച്ചു കൊടുക്കുക. എല്ലാ ഭാഗത്തുമായിട്ട് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് ഒഴിച്ചു കൊടുത്തതിന് ശേഷം പിന്നെ നമുക്ക് അടുത്ത ലെയറായിട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു മാങ്ങയുടെ പീസ്, 2 മാങ്ങ ആണ് കേട്ടോ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഒരു മീഡിയം സൈസിലുള്ള മാങ്ങയായിരുന്നു. അപ്പോൾ അത് കട്ട് ചെയ്തത് ഇതിൻ്റെ മുകളിൽ മൊത്തത്തിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഒരു ലെയറായിട്ട് കിട്ടണം, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് ഇതുപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. വീണ്ടും നമ്മൾ ഇതിന്റെ മുകളിൽ ബ്രെഡിന്റെ പീസ് വെച്ച് കൊടുക്കുക. നമ്മൾ നേരത്തെ ഫസ്റ്റ് ലെയർ ചെയ്തതുപോലെ തന്നെ കംപ്ലീറ്റ് ഫില്ല് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ ബാക്കിയുള്ള ഒരു മിൽക്ക് ഇതിന്റെ മുകളിലായിട്ട് ഒഴിച്ചു കൊടുക്കുക. ബാക്കിയുള്ളത് മുഴുവൻ ഒഴിച്ചു കൊടുക്കുന്നില്ല കേട്ടോ, ഒരു പാകത്തിന് ഒഴിച്ചു കൊടുക്കുക. ഈ ഒരു മേലെയുള്ള ബ്രെഡ് ഒന്ന് സോക്കായിട്ട് കിട്ടിയാൽ മതി. അത്രയും ഒഴിച്ചു കൊടുത്തതിന് ശേഷം പിന്നെ നമുക്കിത് ഫ്രിഡ്ജിലേക്ക് വെക്കാം. ഇനിയിപ്പോൾ ഒരു മാങ്ങ നമ്മൾ തൊലിയൊക്കെ ചെത്തിയിട്ട് മിക്സിയുടെ ജാറിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് നന്നായിട്ട് അരച്ചെടുക്കാം. ഒട്ടും വെള്ളം ഒന്നും ചേർത്ത് കൊടുത്തിട്ടില്ല കേട്ടോ, ഒന്നും ചേർത്ത് കൊടുത്തിട്ടില്ല. അത് മാത്രമായിട്ട് അങ്ങനെ അരച്ചു കൊടുത്തിട്ട് ഇത് ഈ ഒരു ബ്രെഡിന്റെ മുകളിലായിട്ട് ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എല്ലാ ഭാഗവും ഒരുപോലെ ഒന്ന് നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇനിയിപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നട്ട്സൊക്കെ ഇതിന്റെ മുകളിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. അല്ലെങ്കിൽ നമുക്കിത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് തണുപ്പിച്ചെടുക്കാം. ഒരു 3-4 മണിക്കൂറൊക്കെ നന്നായിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ട് തണുപ്പിച്ചെടുക്കുക കേട്ടോ. അപ്പോഴേ ഉള്ള ഒരു ബ്രെഡിലൊക്കെ നല്ല സോക്കായിട്ട് ആ ഒരു മിൽക്കിന്റെ ഒക്കെ ടേസ്റ്റ് വരുള്ളൂ. നല്ല അടിപൊളിയായിട്ട് കിട്ടും. ബ്രെഡ് ആണെന്ന് നമുക്ക് അറിയില്ല കേട്ടോ. നന്നായിട്ട് തണുപ്പിച്ചെടുത്തിട്ട് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ ഇതാ നമ്മുടെ ഒരു ഡെസേർട്ട് ഇവിടെ തണുത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് കട്ട് ചെയ്തിട്ട് സെർവ് ചെയ്യാം. കട്ട് ചെയ്തിട്ട് ഇതിന് ശേഷം പിന്നെ ഇതിന്റെ മുകളിൽ വേണമെന്നുണ്ടെങ്കിൽ മിൽക്കും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് സെർവ് ചെയ്യാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, അടിപൊളി ഡെസേർട്ടാണ്. അപ്പോൾ ഈ ഒരു മാമ്പഴ സീസണിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ളതാണ്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടി മറക്കരുത് കേട്ടോ. അപ്പോൾ ഇനി മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.